നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന് പോകുമ്പോൾ ബ്രസീലിൻ്റെ മെയിൻ താരങ്ങൾ ആരാണ്? ആഞ്ചലോട്ടിക്ക് സംശയങ്ങളില്ല. അദ്ദേഹത്തോട് ബ്രസീലിൻ്റെ വേൾഡ് കപ്പിലെ പ്രോട്ടോഗണിസ്റ്റ് ആരൊക്കെയാണ് എന്ന് ചോദിക്കുന്നു. മെയിൻ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ചോദിക്കുമ്പോൾ കൃത്യമായി അദ്ദേഹത്തിന് ധാരണയുണ്ട്. വ്യക്തമായി അദ്ദേഹം മറുപടി പറയുന്നുമുണ്ട്. ഇന്ന് ബ്രസീൽ ഫ്രണ്ട്ലി മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ ഏറ്റുമുട്ടുകയാണല്ലോ. ഇന്ന് രാത്രിയാണ് US കളി. നമുക്ക് നാളെ പുലർച്ചെ 5:30-നാണ് കളി ആരംഭിക്കുക. ഈ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് നടത്തുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, ബ്രസീലിൻ്റെ വേൾഡ് കപ്പിലെ പ്രോട്ടോഗണിസ്റ്റ് ആരായിരിക്കും? മെയിൻ കഥാപാത്രങ്ങൾ, പ്രധാന താരങ്ങൾ ആരായിരിക്കും? അദ്ദേഹത്തിൻ്റെ മറുപടി, ദേശീയ ടീമിൽ റാഫീഞ്ഞയും വിനിയുമുണ്ട്. അവർ ഇപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽപ്പെട്ടവരാണ്. പിന്നെന്ത് സംശയം? ഞാൻ വിശ്വസിക്കുന്നു അവർ വേൾഡ് കപ്പിൽ ഏറ്റവും ബെസ്റ്റായിട്ട് കളിക്കും. നമ്മുടെ ടീമിൻ്റെ ബെസ്റ്റ് പ്ലേയേഴ്സ് അവരാണ്. രണ്ടുപേരുടെയും ക്യാരക്ടറും പേഴ്സണാലിറ്റിയും വളരെ മികച്ചതാണ്. വേൾഡ് കപ്പിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്കാവും എന്ന് കോച്ച് പറയുന്നു. അല്ലെങ്കിൽ ആഞ്ചലോട്ടിയുടെ പ്ലാൻ വളരെ വ്യക്തമാണ്. മുന്നേറ്റത്തിൽ ലോകോത്തര താരങ്ങൾ വിനിയും റഫീഞ്ഞയും അവരെ വെച്ചുകൊണ്ട് ഇന്ന് ഫുട്ബോൾ ലോകത്ത് ക്ലബ് ഫുട്ബോളിൽ ഏറ്റവും മികച്ച 2 ക്ലബ്ബുകളുടെ പ്രൊട്ടഗണിസ്റ്റായിട്ട് കളിക്കുന്ന ഈ താരങ്ങൾ അവരെ വേൾഡ് കപ്പിൽ യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കോച്ചിൻ്റെ തീരുമാനം. വിനിയെ മുൻനിർത്തിയൊരു ടീം ഉണ്ടാക്കുക, ഒപ്പം റാഫീഞ്ഞയും ഉണ്ടാവുക. ആ ലക്ഷ്യത്തിലേക്കാണ് ആഞ്ചലോട്ടി പോകുന്നത്. നെയ്മറുടെ കാര്യം എന്താകുമെന്നുള്ളത് കണ്ടറിയണം. ഇപ്പോൾ നെയ്മർ ടീമിലുണ്ടെങ്കിൽ തന്നെ ഫുൾ ടൈം കളിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ പ്രോട്ടോഗണിസ്റ്റ് സ്ഥാനം ഉണ്ടാവില്ല. ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലായിരിക്കും. എന്തായാലും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. പക്ഷേ ഇവരുടെ കാര്യത്തിൽ ആഞ്ചലോട്ടിക്ക് വ്യക്തതയുണ്ട്. ഈ 2 പേരായിരിക്കും ബ്രസീലിൻ്റെ വേൾഡ് കപ്പിലെ താരങ്ങൾ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.